നമസ്കാരം. കണ്ണൂരിൽ കെ സുധാകരന് സീറ്റ് നൽകി പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുവാൻ ഹൈക്കമാൻഡ് നീക്കം നടത്തുന്നതിനിടെ വൈകാരികമായ ഫേസ്ബുക്ക് കുറിപ്പുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായാലും കേരളത്തിന്റെ നായകനായാലും പ്രവർത്തകർ സുധാകരനൊപ്പമുണ്ടെന്ന് രാഹുൽ വ്യക്തമാക്കുന്നു. കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി ജീവൻ ബലി നൽകിയ രക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ടാണ് രാഹുലിന്റെ കുറിപ്പ്. ഷുഹൈബ് മുതൽ വസന്തൻ വരെയുള്ള ത്യാഗമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ജീവശ്വാസമെന്നും ആ രക്തസാക്ഷികളുടെ മുഷിലുള്ള പ്രവർത്തകരുടെ ഊർജ്ജമാണ് സുധാകരനെന്നും രാഹുൽ കുറിക്കുന്നു. പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. ഒരു പദവിയും ഇല്ലാതെ കയ്യിലൊരു മൂവർക്കൊടിയുമായി കാസർഗോഡ് നിന്ന് സുധാകരൻ ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും അത് ജനസാഗരമായി മാറും. ജീവൻ വേണേൽ തന്നേക്കാമെന്ന അണികൾ വിളിക്കുന്നത് വെറും മുദ്രാവാക്യമല്ലെന്ന് രാഹുൽ ഓർമ്മിപ്പിക്കുന്നു. സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ദുർഭരണം നമ്മൾ വലിച്ചെറിയണം. പണ്ട് ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ ഈ ഭരണത്തെ താഴെയിടാൻ അങ്ങ് കേരളം മുഴുവൻ നടന്ന പ്രവർത്തകരെ ആവേശപ്പെടുത്തണം. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായാൽ ആഹ്ലാദത്തോടെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ അങ്ങ് കേരളത്തിലെ പ്രവർത്തകരെ നയിക്കണം. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാകില്ല എന്ന ഉറപ്പോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഈ പോസ്റ്റ് ഇപ്പോൾ വലിയ ആവേശമായി മാറിയിരിക്കുകയാണ്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: ഷുഹൈബും സജിത് ലാലും ലോനപ്പിയും ബെന്നിയും ദാസനും വസന്തനും തൊട്ട് കണ്ണൂരിൽ മാത്രം എത്രയോ മനുഷ്യർ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി പിടിച്ചതിന്റെ പേരിൽ രക്തം തേവി ജീവൻ വെടിഞ്ഞാണ് ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത്. കണ്ണൂരിലെ ആ രക്തസാക്ഷികളുടെ നേതാവാണ് പ്രിയപ്പെട്ട സുധാകരേട്ടൻ. ആ രക്തസാക്ഷികളുടെ മാത്രമല്ല, കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജ്ജമാണ് നിങ്ങൾ. കണ്ണൂർ MLA എന്നല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. അതിലൊക്കെ എത്രയോ വലിപ്പമുള്ള സ്ഥാനത്താണ് പ്രിയ KS നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത്. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങളല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരന്റെ പദവി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ KS നിങ്ങൾ അറിയാൻ. ജീവൻ വേണേൽ തന്നേക്കാമെന്ന് പ്രവർത്തകർ താങ്കൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് ആലങ്കാരികമല്ലല്ലോ, അത് അർത്ഥവത്തായത് അല്ലേ? ഒരു പദവിയും ഇല്ലാതെ ഒരു മൂവർണ്ണക്കൊടിയും പിടിച്ച KS നിങ്ങൾ കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ ആ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ഒരു ജനസാഗരമാകും. നിങ്ങൾക്ക് പ്രാണൻ പകുത്തു നൽകിയ പ്രവർത്തകരെ നിങ്ങൾക്ക് അറിയില്ലേ KS? അതൊക്കെയും പക്ഷെ കോൺഗ്രസുകാരനായ ഞങ്ങളുടെ സുധാകരനേട്ടനുള്ള സ്നേഹമാണ്. അങ്ങനെ ജീവന് തുല്യം അങ്ങേ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഈ വാർത്തകളിൽ കേൾക്കുന്നതൊക്കെ കള്ളമാണ് എന്ന് അങ്ങേക്ക് പറയേണ്ടി വരും. കണ്ണൂരിൽ അങ്ങാണ് സ്ഥാനാർത്ഥിയെന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങൾ അത് ഏറ്റെടുക്കും. അതല്ലെങ്കിൽ അങ്ങ് നയിക്കണം. കണ്ണൂരിനെ മാത്രമല്ല, കേരളത്തിലെ പ്രവർത്തകരെ. അങ്ങ് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച് പ്രവർത്തകരെ ആവേശപ്പെടുത്തണം. ഈ ദുർഭരണം നമുക്ക് വലിച്ചെറിയണം. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെയിട്ടതുപോലെ താഴെയിടണം. പദവികളല്ല, പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാകില്ലെന്ന് തീർച്ച. ഇതായിരുന്നു ആ പോസ്റ്റ്. കണ്ണൂർ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരിക്കെ രാഹുൽ പങ്കുവച്ച ഈ കുറിപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആരോപണങ്ങളിൽ മറന്നു നിൽക്കുന്ന പ്രവർത്തകരെ ചേർത്ത് പിടിക്കുവാനും വാർത്തകളിൽ കേൾക്കുന്നതൊക്കെ കള്ളമാണെന്ന് പറയാൻ സുധാകരന് ബാധ്യതയുണ്ടെന്നും രാഹുൽ തന്റെ പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്നു. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാകില്ല എന്ന ഉറപ്പോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സുധാകരനെതിരെയുള്ള നീക്കങ്ങൾക്കിടയിൽ യുവ നേതാവിന്റെ ഈ പരസ്യ പിന്തുണ കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് സുധാകരന് കണ്ണൂരിൽ സീറ്റ് നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് രാഹുലിന്റെ ഈ തുറന്നു പറച്ചിൽ. ഞങ്ങളെ സങ്കടപ്പെടുത്തരുത് എന്ന് രാഹുൽ പറയുമ്പോൾ അതിലൊരു മുന്നറിയിപ്പുണ്ട്. വാർത്തകളിൽ കേൾക്കുന്ന ആരോപണങ്ങൾ കള്ളമാണെന്ന് പറയാൻ ഒരു സാധാരണ പ്രവർത്തകൻ സുധാകരനോട് ആവശ്യപ്പെടുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പദവികളില്ലാതെ സുധാകരൻ നടന്നാൽ അത് ജനസാഗരമായി മാറുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്നും സുധാകരനിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റ് വെറുമൊരു ഫേസ്ബുക്ക് കുറിപ്പല്ല, അതൊരു പ്രസ്ഥാനത്തിന്റെ വികാരമാണ്. തന്റെ നേതാവ് പരിശുദ്ധനായിരിക്കണമെന്നും അദ്ദേഹത്തെ തന്നെ വരുംകാല പോരാട്ടങ്ങളെ നയിക്കണമെന്നുമുള്ള ആഗ്രഹം. പദവികൾക്കും അധികാരങ്ങൾക്കും അപ്പുറം ഒരു നേതാവിനെ തന്റെ അണികൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിപ്പിന് താഴെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ കുറിച്ച വാക്കുകൾ വെറുമൊരു കമന്റല്ല, അതൊരു പ്രസ്ഥാനത്തിന്റെ വികാരമാണ്. ഗർജിക്കുന്ന സിംഹമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന തങ്ങളുടെ പ്രിയ നേതാവിനോടുള്ള ഒരു അണിയുടെ യാചനയാണത്. രാഹുൽ പറഞ്ഞത് പാർട്ടിയെ സ്നേഹിക്കുന്ന ഓരോ പ്രവർത്തകന്റെയും ഉള്ളിലിരിപ്പാണെന്ന് ഇവർ പറയുന്നുണ്ട്.
സുധാകരൻ എന്ന നേതാവിനോടുള്ള സ്നേഹവും ആദരവും ഒരിക്കലും കുറയാൻ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നില്ല. ഒരു MLA-യുടെയോ മന്ത്രിയുടെ വലുപ്പത്തിലല്ല അണികൾ കേസിനെ കാണുന്നത്. മറിച്ച് അതിനൊക്കെ എത്രയോ മുകളിലാണ് ആ സ്ഥാനം. ആ വാക്കുകളിലെ വേദന ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഈ സ്നേഹാദരവിനെ തകർക്കുന്നതോ അതിനെ മങ്ങലേൽപ്പിക്കുന്നതോ ആയ ഒരു വാക്കോ പ്രവൃത്തിയോ പ്രിയപ്പെട്ട അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ഇതൊരു ആവശ്യമല്ല, മറിച്ചൊരു സാധാരണ പ്രവർത്തകന്റെ യാചനയാണെന്ന് കുറിപ്പിൽ പറയുന്നു. നേതാവിനെതിരെയുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ തകർന്ന പ്രവർത്തകന്റെ മനസ്സ് ഇവിടെ വ്യക്തമാണ്. കണ്ണൂർ സീറ്റും പാർട്ടിയിലെ സ്ഥാനങ്ങളും ചർച്ചയാകുമ്പോൾ അണികൾക്ക് വേണ്ടത് പദവികളിലിരിക്കുന്ന സുധാകരനെയല്ല, മറിച്ച് തങ്ങളുടെ ആവേശം ചോരാതെ കാക്കുന്ന ആ പഴയ പോരാളിയെയാണ്. തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ആ പ്രതിരൂപത്തിന് പോറലേൽക്കരുത് എന്ന നിർബന്ധം ഓരോ വാക്കിലും നിഴലിക്കുന്നു. രാഷ്ട്രീയത്തിലെ ജയപരാജയങ്ങൾക്കിപ്പുറം ഒരു നേതാവും അണിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴമാണ് ഈ വാക്കുകൾ തെളിയുന്നത്. കെ സുധാകരൻ എന്ന നേതാവിന് തന്റെ പ്രവർത്തകർ നൽകുന്ന ഈ കാവൽ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. ഒരു വിഭാഗം പ്രവർത്തകർ സുധാകരനെ ഗർജിക്കുന്ന സിംഹമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അദ്ദേഹത്തിന്റെ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. പദവികൾക്കപ്പുറമാണ് സുധാകരൻ എന്ന് രാഹുൽ പറയുമ്പോൾ സുധാകരന് അധികാര ഭ്രമമാണെന്ന ആക്ഷേപമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ഇങ്ങനെയാണ്: തന്റെ വലിപ്പം സുധാകരന് മനസ്സിലാകുന്നില്ല. ഇയാൾക്ക് മത്സരിക്കണം, ജയിക്കണം, മുഖ്യമന്ത്രി ആകണം, അതാണ് ലക്ഷ്യം. ഇയാളെ MP സ്ഥാനം രാജിവെപ്പിച്ച് മത്സരിക്കാൻ വിടുക, തോൽപ്പിക്കുക, വീട്ടിലിരുത്തുക, അത്ര തന്നെ. അധികാര ഭ്രമമാണ്. അല്ലെങ്കിൽ പോകട്ടെ എന്ന് വെക്കണം. കരുണാകരൻ പോയിട്ട് ഒന്നും നടന്നില്ല. എന്നിട്ടല്ലേ സുധാകരൻ? കെ കരുണാകരൻ എന്ന അധികായൻ പോയിട്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെയാണോ സുധാകരൻ എന്ന പരിഹാസം വിമർശനത്തിൽ ഉയർന്നുണ്ട്. അധികാരഭ്രമം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ പോകട്ടെ എന്ന് വെക്കണം. ഈ കർക്കശമായ നിലപാടാണ് സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകളിൽ നിഴലിക്കുന്നത്. ഒരു വശത്ത് വൈകാരികമായ പിന്തുണയുണ്ടെങ്കിലും മറുവശത്ത് സുധാകരന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ അവിശ്വാസത്തോടെ കാണുന്നവരും കുറവല്ല. രാഹുൽ ഉയർത്തിയ രക്തസാക്ഷികളുടെ നേതാവ് എന്ന ഇമേജും വിമർശകർ ഉയർത്തുന്ന അധികാരമോഹി എന്ന പ്രതിച്ഛായയും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിനാണ് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കണ്ണൂർ സീറ്റിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഹൈക്കമാൻഡ് തീരുമാനം വരുമ്പോൾ ഈ രണ്ടഭിപ്രായങ്ങളും വലിയ സ്വാധീനം ചെലുത്തും. സ്നേഹവും ആദരവും ഒരു വശത്ത്, രൂക്ഷമായ വിമർശനവും അധികാരമോഹവും ആക്ഷേപവും മറുവശത്ത്. കെ സുധാകരൻ എന്ന നേതാവ് ഇന്ന് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അണികളുടെ ഈ സമ്മിശ്ര വികാരം വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ഇതിനിടെ കണ്ണൂരിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അഭ്യൂഹം മാത്രമാണെന്ന് പ്രതികരിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്ത് വന്നു. കോൺഗ്രസ് പട്ടികയിൽ മാറ്റത്തിന് സാധ്യതയില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. പട്ടിക നേരത്തെ തയ്യാറാക്കിയതാണ്, ഇനി അത് മാറാൻ സാധ്യതയില്ല. പാസാക്കിയ ലിസ്റ്റിൽ മാറ്റം വരുത്തുവാൻ ഈ സാഹചര്യത്തിൽ സാധ്യതയില്ല. മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് വ്യക്തമാക്കിയത്.